ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോഷുവ എന്നാണ്. ഞാൻ ഇവിടെ കോൺഫ്ലൻ ഗ്രൂപ്പിലെ സെയിൽസ് സ്റ്റാഫാണ്. മാമിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്പർ എത്രയാണ്? 604. സോ മാമിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ട കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക. അത്രേ ഉള്ളൂ. എൻ്റെ പേര് ഷാലറ്റ് എബ്രഹാം, കുണ്ടുപറമ്പിൽ കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കോൺഫിഡൻറ്റിൽ തന്നെ വേറൊരു ഫ്ലാറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങളെ ഫ്ലാറ്റ് മേടിക്കാൻ എൻ്റെ മകൻ യൂസിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് മേടിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു കോൺഫിഡൻറ്റിൻ്റെ ഇപ്പം ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം പക്ഷേ ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പം ആര്യാണ് ഞങ്ങളെ ഡീൽ ചെയ്തത്. ലാൻഡ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ആര്യ പറഞ്ഞു ഇങ്ങനെ അടുത്ത് വേറെ ഒരെണ്ണമുണ്ട്, അപ്പം അത് കാണുമ്പോൾ അത് ഞങ്ങൾ ഐറിസ് ബുക്ക് ചെയ്തു. അപ്പം അത് 3 ബെഡ്റൂം. അപ്പം അത് ഏകദേശം അത് പകുതി ആയായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ അപ്പം അതും കൂടെ ബുക്ക് ചെയ്യായിരുന്നു. അപ്പം അത് വേഗം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അതും കൂടെ അങ്ങ് ബുക്ക് ചെയ്തു. പിന്നെ ആര്യായിരുന്നു ഞങ്ങൾക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും പറയാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അജയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റേത് പണിയുമ്പോൾ എപ്പോഴും ഞങ്ങൾ വരുമായിരുന്നു. അവിടെ പണിതുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് US പോകുമ്പം ഞങ്ങൾക്ക് ഫർണിഷ് ചെയ്തെല്ലാം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനൊക്കെ കോൺഫിഡൻസ് സമ്മതിച്ചു. എല്ലാം ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പേ തുടങ്ങിയോ അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പണി തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാം തന്നു. ബെഞ്ചിരിപ്പ് അതിനൊക്കെ കറണ്ടൊക്കെ എല്ലാ സമയത്തൊക്കെ ഞങ്ങൾക്ക് എല്ലാം തന്നു. ആരും ചെയ്യുന്ന ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് പോകേണ്ടത് കൊണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഇവിടെ ഒന്ന് കണ്ടപ്പോ ജസ്റ്റ് ലാൻഡ് മാത്രമേ കണ്ടത് മാം പറഞ്ഞായിരുന്നു. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ലാൻഡ് ഒന്നുമില്ല. അതെ, ആ സമയത്ത് കണ്ടതിന് ശേഷം ഇപ്പോ ഈ ലെവലിൽ നമുക്ക് കാണുകയാണ്. ഭയങ്കര വ്യത്യാസം. പക്ഷെ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വരുന്നില്ലായിരുന്നു ഇങ്ങോട്ടൊന്നും. എന്തുകൊണ്ട് മാം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തിരഞ്ഞെടുത്തു? കാരണം ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. പക്ഷെ അതെന്റെ മകനാണ് സജസ്റ്റ് ചെയ്തത്. കോൺഫിഡൻറ്റ് നല്ലൊരു ഇതാണ്. അപ്പം മകൻ പറയുന്നത് അവരുടെ ലോണൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കാരണം അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി വലിയ പ്രീമിയം ഫ്ലാറ്റ്സ് ഒന്നും വേണമെന്നില്ല. നമുക്ക് ഇടയ്ക്കൊന്നും വന്ന് താമസിക്കാൻ പ്രൈസ് ഒരു അഡ്വാൻറ്റേജ് ആണ്. 3 ബെഡ്റൂമിൽ ഞങ്ങൾക്ക് നല്ല ഇതിൽ കിട്ടി. പിന്നെ ഇതിന് വേറെ ഒരു ഇതുണ്ട് കേട്ടോ, ഞങ്ങൾക്കാണ് ലക്കടിപ്പ് കിട്ടിയത്. കാർ പിന്നെ ജോയിന്റ് മില്ലൊക്കെയാണ് കിട്ടിയത്. ഞങ്ങൾക്ക് ലക്കടിപ്പ് കിട്ടിയത്. അതും ഞങ്ങൾക്ക് നല്ലൊരു ചെയ്ത് തന്നു. അവർ ഞങ്ങൾക്ക് അതിൻ്റെ ക്യാഷ് ഇതിനകത്ത് കുറച്ച് തന്നു. അത് ഞങ്ങൾക്ക് കാർ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ കോൺഫിഡൻറ്റ് ഞങ്ങൾക്ക് ചെയ്തു. അതൊരു ബോണസ് ആയിട്ട് കിട്ടിയത്. മാം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ബൈ എ ഹോം പിന്നേക്കാരിലെ വിന്നർ മാം ആയിരുന്നു. സോ അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്ന പോലും. അപ്പൊ ഞങ്ങൾ അന്ന് US വന്ന ദിവസം അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ലക്കടിപ്പ് ഉണ്ടല്ലോ, നോക്കുമ്പോൾ കറക്റ്റ് ഞങ്ങളുടെ പേരാ പറയുന്നത്. അപ്പോൾ അത് വലിയൊരു ഇതായിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കാറ് വേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അജയായിട്ട് സംസാരിച്ചു. അജയാണ് പിന്നെ ഞങ്ങൾക്ക് അതെല്ലാം കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ചേർന്ന് അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു അപ്പോൾ അവരുടെ കാറിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ഈ അപ്പാർട്ട്മെന്റിന്റെ പ്രൈസുമായിട്ട് അതിൽ കുറച്ച് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്കത് വലിയൊരു മാം ഇതിനു മുൻപായിട്ട് ഇവിടെയുള്ള സ്റ്റാഫ്, കൊമേഴ്ഷ്യൽ സ്റ്റാഫ് ഉണ്ട്, കസ്റ്റമർ കെയർ സപ്പോർട്ട് മാനേജർ ഉണ്ട്. സോ അവരുടെയൊക്കെ സംസാരിച്ച് അവരോടുള്ള ഡീലിംഗ് അല്ല അവരോടുള്ള ആ ഒരു സർവീസ് എങ്ങനെയായിരുന്നു? എല്ലാം നല്ല സർവീസാണ്. കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ് അവരായിട്ട് ഡീൽ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ല ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. ഞങ്ങൾ വേറെ കുറേ പേർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോൺഫിഡൻ്റ് ആയി. അപ്പോൾ എല്ലാവരും നല്ല ഇതായിരുന്നു. നല്ല ഡീലിങ്സ് ഒക്കെ നല്ല ഇതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആദ്യം തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് വെഞ്ചിരിക്കാനും ഒക്കെ ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യം തന്നു. എനിക്ക് സന്തോഷം വേണം, നമ്മുടെ കുടുംബത്തിൽ അംഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഒരുപാട് നാളുകൾ നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റുന്ന ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.